ഹലോ ഫ്രണ്ട്സ്, നവംബർ 10 ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് ബ്രാഞ്ചിൽ പോയിട്ട് തിരിച്ച് താമസിച്ചാണ് വന്നത്. ഞങ്ങൾ വന്നതിന് ശേഷം നേരെ പോയെന്ന് വെച്ചാൽ ആസാഡോ കഫേയിലേക്കായിരുന്നു. ആലപ്പുഴക്കാർക്ക് എല്ലാവർക്കും ഒരേപോലെ അറിയാവുന്ന ഒരു കഫേയാണ് ആസാഡോ കഫേ എന്ന് പറയുന്നത്. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നും ഒക്കെ മാറി നഗരത്തിൻ്റെ മധ്യത്തിൽ തന്നെയാണ് ഈ ഒരു കഫേ സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ യാതൊരു വിധത്തിലുള്ള നോയ്സോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു കഫേയുടെ ഉള്ളിലേക്ക് വരില്ല. അതേപോലെ ഒരു ആംബിയൻസിലാണ് ഈ ഒരു കഫേ നിൽക്കുന്നത്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കഫേയാണ്. അപ്പം അളിയൻ നേരത്തെ തന്നെ പോയി കേക്കുകളും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനും ഫാമിലിയും കൂടെ അങ്ങോട്ട് ചെന്നത്. ഇതൊന്നും ഞങ്ങൾ അറിയുന്നില്ല, ജസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി വെളിയിലേക്ക് ഇറങ്ങിയതായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. അതിനുശേഷം എല്ലാവർക്കും കേക്കെല്ലാം വായിലൊക്കെ വെച്ച് കൊടുത്തു. നല്ലൊരു അടിപൊളിയൊരു വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇതെന്ന് പറയുന്നത്. ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല കാര്യം ഇങ്ങനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. കാര്യം പ്ലാനിങ് ഒക്കെ തെറ്റിപ്പോയെന്ന് വേണം പറയാൻ. കാര്യം എനിക്ക് പെട്ടെന്ന് തന്നെ കോട്ടയം ബ്രാഞ്ചിലേക്ക് രാവിലെ പോകേണ്ട വന്നു. അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചു വന്നപ്പോൾ 8 മണിയായി. അപ്പം അവൾക്കുള്ള ഗിഫ്റ്റ് പോലും ഞാൻ സത്യം പറഞ്ഞാൽ വാങ്ങിച്ചു വെച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അവളെനിക്ക് വേണ്ടി ഗിഫ്റ്റ് എല്ലാം നേരത്തെ തന്നെ വാങ്ങിച്ചെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഗിഫ്റ്റ് അന്നത്തെ ദിവസം കൊടുക്കാൻ പറ്റിയില്ല. പിറ്റേ ദിവസം ഞാനും അവളെയായിട്ട് പോയി നേരിട്ട് വാങ്ങിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമായിരുന്നു നവംബർ 10 എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു. കാര്യം ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ദിവസം കൂടെ ആയിരുന്നു അന്നത്തെ. അപ്പം അടുത്തൊരു വീഡിയോയുടെ നമ്മൾ ഉടൻ തന്നെ വരുന്നതാണ്. അതുവരെ ബൈ ബൈ.